ഈശോ പറയുന്ന 7:39 വചനം എന്താ പറഞ്ഞത്? അത് തന്നിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിന്റെ പ്രഥമ പാഠം കഴിഞ്ഞാൽ പിന്നെ പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതാണ് കർത്താവ് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, പക്വതയ്ക്ക് വളരണം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്തിനു വേണ്ടിയാണ്? അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. വീട്ടിലെ അപ്പം ഒരു അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിന്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെയും എൻ്റെ കുടുംബത്തെ നിറക്കണമേ. പറഞ്ഞേ, കർത്താവേ, നിന്റെ വരദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറക്കണമേ. അപ്പം പരിശുദ്ധാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രഥമ പാഠം എന്ന് പറയുന്നത് അനുതാപമാണ്. അതുകൊണ്ടാണ് 10 ദിവസം പറയത്തില്ലേ, 7:2:38 എന്താ പറയണത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറയുമ്പോൾ ഈശോ പറയും, 10 ദിവസം ചോദിക്കും, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ? നിങ്ങൾ പശ്ചാത്താപിക്കണമെന്ന് പറയും.